ഫിലിം ചേംബർ വിളിച്ച സിനിമാ സംഘടനകളുടെ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും എന്ന് അറിയുന്നു. ഫിയോ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ സമരമാണ് പ്രധാന അജണ്ട. ഒപ്പം സർക്കാരിന് നൽകാനുള്ള നിർദ്ദേശങ്ങളും ചർച്ചയാകും. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. ഇന്നിപ്പോൾ വിഷ്ണു, ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ള പുകിലുകൾ അത് നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുമോ? സിനിമാ സമരം ഉണ്ടായാൽ ഒരുപാട് പ്രശ്നം ഈ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് ഒരു വിഭാഗം പറയുമ്പോഴാണ് ഈ സമരത്തിനുള്ള ഒരു നീക്കം നടന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണോ ഇന്ന് മുഖ്യ അജണ്ടയാവുക? സ്മിത, ഗുഡ് മോർണിംഗ്. നേരത്തെ തീരുമാനിച്ചൊരു യോഗം ആണ്. സമരം തന്നെയാണ് അജണ്ട. ഫിലിം ചേംബറാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയും അതോടൊപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ പങ്കെടുക്കുമെന്നാണ് വിവരം. ഇവരുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളായിരിക്കും പങ്കെടുക്കുക. നേരത്തെ ഈ യോഗത്തിൻ്റെ ഒരു അജണ്ട, ഈ മാർച്ച് 5-ാം തീയതി ചേരുന്ന യോഗത്തിൽ ഈ സമരപ്രഖ്യാപനം, ഒരു സൂചനാ സമരപ്രഖ്യാപനം നടത്തുക, അതുമായി ബന്ധപ്പെട്ടുള്ള തീയതി പ്രഖ്യാപിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വന്നത്. മന്ത്രി സജി ചെറിയാൻ സിനിമയിലെ സംഘടനാ നേതാക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്, ആ കാര്യങ്ങളൊക്കെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശങ്ങളായി എഴുതി നൽകിയാൽ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം എന്നൊരു കാര്യം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആ വിഷയം കൂടി ഇന്ന് ചേരുന്ന യോഗം ചർച്ച ചെയ്യും. എന്തെല്ലാം കാര്യങ്ങൾ സർക്കാരിന് മുൻപിൽ വെക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇരട്ടി നികുതി എന്നുള്ളതാണ്. സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് പിൻവലിക്കണമെന്ന് ആവർത്തിച്ച് നിർമ്മാതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യമൊക്കെ ഇന്ന് ചർച്ചയാകും. മറ്റൊരു വിഷയം നിലനിൽക്കുന്നത് താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ തീരുമാനം എടുക്കേണ്ടത് താരസംഘടനകളാണ്, അല്ലെങ്കിൽ താരങ്ങളാണ്. അവർ ഇക്കാര്യത്തിൽ ഒരു തുറഞ്ഞ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം, അതോടൊപ്പം ഈ സുരേഷ് കുമാറും ചില താരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും. ഈ സമരപ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കാര്യം ഈ ഉറ്റുനോക്കുന്നത്. അതായത് പണിമുടക്ക്, സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ച് ജൂൺ 1-ന് ഒരു വലിയ പണിമുടക്കിലേക്ക് സിനിമാ മേഖല പോകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാനാകും. സ്മിത.